ചിന്തിക്കുവാനും ആലോചിക്കുവാനും അള്ളാഹു കൊടുത്ത ബുദ്ധിയെ ഉപയോഗിക്കുവാനും ആഹ്വാനം ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ ബഖറയുടെ 164 ആയത്ത് ഇപ്രകാരമാണ്. അള്ളാഹു പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون. ഈ ഒരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നതാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, നിശ്ചയം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ, വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, രാത്രിയുടെയും പകലിന്റെയും മാറി മാറിയുള്ള വരവിൽ, വൽഫുൽക്കി അല്ലതി തജ്രി ഫിൽ ബഹരി ബിമാ യൻഫഉൻ നാസ്, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വസ്തുക്കളും കൊണ്ട് കടലിന്റെ പരപ്പിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിലും, വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിമ്മാ, ആകാശത്ത് നിന്ന് അല്ലാഹു വർഷിപ്പിക്കുന്ന മഴകളിലും, ഫഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ വബث ഫീഹാ മിൻ കുല്ലി ദാബ്ബ, ആ മഴയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി മുഴുവൻ ജന്തുക്കളെ വ്യാപിപ്പിച്ചതിലും, وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون, അല്ലാഹുവിന്റെ നിർണിതമായ ദൗത്യവും കൊണ്ട് ആകാശഭൂമികൾക്കിടയിൽ അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റുകളിലുമെല്ലാം ലആയാത്തിൽ ലിഖൗമി യഅഖിലൂൻ, വ്യക്തമായ ദൃഷ്ടാന്തം, സ്പഷ്ടമായ ദൃഷ്ടാന്തം ചിന്തിക്കുന്ന ജനങ്ങൾക്കുണ്ട് എന്ന് സൂറത്തുൽ ബഖറയിലെ 164 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുകയാണ്. മറ്റൊരു സ്ഥലത്ത് ആല ഇമ്രാനിലും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാത്രിയുടെയും പകലിന്റെയും മാറി മാറിയുള്ള വരവിലും ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ജനങ്ങൾക്കാണ് ദൃഷ്ടാന്തമുള്ളത് എന്ന് പടച്ചതമ്പുരാൻ പറഞ്ഞു വെക്കുന്നു. ഇവിടെ ആദ്യമായി അല്ലാഹു പറഞ്ഞത് ആകാശഭൂമികളുടെ പടപ്പിനെ കുറിച്ചാണ്. രാത്രിയായി കഴിഞ്ഞാൽ വീടിന്റെ ടെറസിന്റെ മുകളിൽ ഒന്ന് കയറി ആകാശത്തേക്ക് നോക്കിയാൽ സുന്ദരമായി പടച്ചതമ്പുരാൻ വിധാനിച്ച ആകാശത്ത് വാരി വിതറിയ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ, ആ നക്ഷത്രങ്ങൾ നാം നിൽക്കുന്നിടത്ത് നിന്ന് എത്രയോ വിദൂരമാണ്. ഒരുപാട് ഗാലക്സികളും ഒരുപാട് തമോഗർത്തങ്ങളും ഒരുപാട് ഗ്രഹങ്ങളും ഒരുപാട് മനുഷ്യൻ കണ്ടെത്തിയതും കണ്ടെത്താത്തതുമായ ഒരുപാട് സൃഷ്ടിജാലങ്ങളുമായി സമ്പന്നമാണ് ഈ പ്രപഞ്ചം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നാം മനുഷ്യകുലം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരു സെക്കൻഡിൽ 3 ലക്ഷം മീറ്റർ സഞ്ചരിക്കാനുള്ള വേഗത, പ്രകാശത്തിന്റെ വേഗതയിൽ സഞ്ചരിക്കാനുള്ള ഒരു സംവിധാനം കണ്ടെത്തിയാൽ നാം നിൽക്കുന്ന ഈ ക്ഷീരപഥം മാത്രം സഞ്ചരിച്ചു തീർക്കണമെങ്കിൽ 2 ലക്ഷം വർഷം നമ്മൾ സഞ്ചരിക്കേണ്ടതുണ്ട്. അത്രക്ക് ബൃഹത്താണ് ഈ പ്രപഞ്ചം എന്ന് ശാസ്ത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മനുഷ്യനുപകാരവുമായി കടൽ പരപ്പിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിലും ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴകളിലും ആ മഴ മൂലം ഭൂമി മുഴുവൻ വ്യാപിക്കുന്ന, മരണത്തിന് ശേഷം പുനരുദ്ധാരണം നടത്തപ്പെടുന്ന കാറ്റിൽ ഫീൽഡിലും അതുപോലെ തന്നെ കാടുകളിലും അതുപോലെ തന്നെ കതിരുകളിലുമെല്ലാം, അതുപോലെ തന്നെ ഭൂമി മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ശാസ്ത്രം കണ്ടെത്തിയതിൽ 80 ലക്ഷത്തോളം വരുന്ന സ്പീഷീസുകളിലുമെല്ലാം വ്യക്തമായ ദൃഷ്ടാന്തമുണ്ട്. ആർക്കുണ്ട്? ലആയാതിൻ ലിഖൗമി യഅഖിലൂൻ, ചിന്തിക്കുന്ന ബുദ്ധി